ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആണേ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തെ ഇവിടുത്തെ സ്പെഷ്യല് അപ്പവും മുട്ടക്കറിയുമാണ്. അവധി ദിവസങ്ങളിലാണ് ദോശ, ഇഡലി എന്നിൽ നിന്ന് ഒരു മോചനം മേടിക്കുന്നത്. പക്ഷെ ഇന്നിവിടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടേ. സാമ്പാറില്ലാതെ എന്താഘോഷം എന്നാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കിയിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് നൈസായിട്ട് എസ്കേപ്പായി. പ്രിയ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ ചേച്ചിയാണ് അടുത്ത ഡ്യൂട്ടി ഏറ്റെടുത്തത്. അവിയൽ വെച്ചു, സാമ്പാറായി, അവിയലായി. പിന്നെ ഇന്ന് മീൻ കൊണ്ടുവന്നത് ചെറിയ മങ്കടയും വാളയുമായിരുന്നു. ആദ്യം മങ്കട മാത്രം എടുത്താൽ മതിയെന്ന് വിചാരിച്ചുവെങ്കിലും വാളയും കൂടെ എളുപ്പം വെട്ടി കൂട്ടാൻ വെച്ച്. അങ്ങനെ ഇന്ന് ഉച്ചയൂണിന് പ്രതീക്ഷിക്കാതെ ഒത്തിരി കൂട്ടാനുള്ളതുപോലെയായി. ആദ്യം ഒരു സാമ്പാറും അവിയലും മാത്രമുള്ളടുത്ത് പിന്നെ മീൻ, വാളയായി, പിന്നെ മങ്കട കൂട്ടാനായി. അപ്പോഴാണ് രാവിലത്തെ ആ മുട്ടക്കറിയുടെ എല്ലാം കൂടെ ഒരു എഗ് ബുർജിയാക്കി മാറ്റിയത്. അങ്ങനെ ഇന്ന് ഒത്തിരി കൂട്ടാൻ പ്രതീക്ഷിക്കാതെ കൂട്ടിയുള്ളൊരു അടിപൊളി ഉച്ചയൂണും കൂടെ റെഡി ആയിട്ടുണ്ട്. ചില ദിവസങ്ങൾ അങ്ങനാണ്, ആവശ്യത്തിലധികം കൂട്ടാൻ കാണും. ഉള്ളപ്പോൾ എല്ലാം കൂടെ, ഇല്ലാത്തപ്പം ഒന്നും കാണത്തില്ല. ഇന്നലത്തെ കിച്ചടിയും കൂടെ ആയിരുന്നപ്പം മൊത്തത്തിലൊരു കളർഫുള്ളായിപ്പോയി. അങ്ങനെ പുറത്തു പോയിട്ട് വന്ന ഞാൻ പ്രതീക്ഷിക്കാതെ ഒത്തിരി കൂട്ടാൻ കൂട്ടി ചോറുണ്ടു. ഓക്കെ, ബൈ.